ഏർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, 10ാം ക്ലാസ്സിലെ ഫുൾ കഹാനി നോക്കാം. ഇന്നത്തെ ക്ലാസ്സിലെ നിങ്ങൾക്കുള്ള 3 കഹാനികളാണ് ടെക്സ്റ്റിലെ. അത് 3 കൂടാണ് കൊടുത്തിരിക്കുന്നത്. വായിച്ച് പഠിച്ച് വെക്കണം കേട്ടോ. നിങ്ങൾക്ക് ചെറുതാക്കി തന്നിരിക്കുകയാണെന്ന് വെച്ചാൽ ഓരോ സ്റ്റോറിയുടെയും അതിൻ്റെ സാരാംശമാക്കി ആ കഥയെ ഷോർട്ടാക്കി എഴുതി അത് നിങ്ങൾക്ക് പഠിക്കാനും ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ എഴുതാനും എളുപ്പമാകും. കഥ അറിഞ്ഞിരിക്കാൻ കേട്ടോ. നോക്കിയിരിക്കുക. ആദ്യത്തെ പാഠഭാഗം ഏതായിരുന്നു? കിട്കി എന്ന സ്റ്റോറിയാണ്. എഴുതിയത് അഞ്ചു കർബന്തയാണ്. അവരുടെ ലഘുകഥയാണ് പാഠഭാഗം. അഞ്ചു കർബന്തയുടെ ലഘുകഥ നമുക്ക് വായിക്കാം. നോക്കിയിരിക്കുക. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതാൻ പറ്റും കേട്ടോ. ശ്രദ്ധിക്കാം. ഹോഷിയാർപൂർ സേ ഷാദി കാ ബുലാവ് ആയാ ഥാ. ഹോഷിയാർപൂരിൽ നിന്ന് ഷാദി വിവാഹത്തിൻ്റെ ക്ഷണക്കത്ത് വന്നു. ഇസ് ബാർ ഇപ്രാവശ്യം പതിനെ ഭർത്താവ് പത്നിയാർ ബച്ചോൻ സെ ജനറൽ കോച്ച് മേ സഫർ കർ രഹേ ഥേ. ഭാര്യയെയും കുട്ടികളെ കൊണ്ട് ജനറൽ കോച്ചിലായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ പ്രാവശ്യം പോകുന്ന AC കമ്പാർട്ട്മെൻറ്റിലായിരുന്നു. കഥ അറിയാലോ. ഇപ്രാവശ്യം ജനറൽ കോച്ചിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഉസ് വക്തെ, ആ സമയം, ജമ്മു കി ഷാൾ ബേച്ചനെ വാലി ഏക് സാംവലി സലോനി കജരാരി ആംഖം വാലി യുവതി ഡിബെ മേം ആയി. അവരുടെ ഡിബയിലേക്ക്, കമ്പാർട്ട്മെൻറ്റിലേക്ക് ജമ്മുവിൻ്റെ ഷാൾ വിൽക്കുന്ന ഒരു സാംവലി സലോനി കജരാരി ആംഖോം വാലി, കറുത്ത സുന്ദരിയായ കജരാരി ആംഖോം വാലി, കൺമഷി എഴുതിയ കണ്ണുകളുള്ള ഒരു യുവതി ഞങ്ങളുടെ ഡിബയിലേക്ക് വന്നു. വഹ പത്നി സേ ഷാൾ ലേനെ കോ ഇസ്രാർ കർണേ ലഗി. അവൾ ഭാര്യയെ ഷോൾ എടുക്കാൻ വേണ്ടി ഇസ്രാർ കർണേ ലഗി, കൊതിപ്പിക്കുവാൻ തുടങ്ങി, അല്ലെ നിർബന്ധിക്കുവാൻ തുടങ്ങി. ബഹത്ത് തോൾ മോൾ കെ ബാദ് പത്നി ने 150 पर पीस को 5 പീസ് ഖരീദി. ബഹത്ത് തോൾ മോൾ, വിലപേശുക. ഒരുപാട് വിലപേശലുകൾക്ക് ശേഷം പത്നിനെ ഭാര്യ 150 पर, 150 എന്ന് വെച്ചാൽ അറിയാലോ, 150 രൂപയ്ക്ക് വീതം. പീസ്, ഓരോ പീസിനും എത്രയാണ്? 150 രൂപയ്ക്ക് വീതം. 5 പീസ് ഖരീദി, 5 പീസുകൾ ആ സ്ത്രീയിൽ നിന്നും വാങ്ങി. എന്നിട്ട് നോക്കിയേ, 5 പീസ് ഖരീദി. അവരെത്ര പീസാണ് വാങ്ങിച്ച്? 5. ഓർത്ത് വയ്ക്കണം. ക്വസ്റ്റ്യൻ ആൻസേഴ്സുണ്ട് ഇതിനകത്തെല്ലാം കേട്ടോ. 1 വേർഡ്. പതിനെ 750 റുപ്യ ദിയെ. ഭർത്താവ് ടോട്ടൽ എത്ര രൂപ കൊടുത്തു? 750, 750 രൂപ ആ സ്ത്രീക്ക് കൊടുത്തു 5 പീസ് ഷോളിന് വേണ്ടി. ഇസ്കെ ബാദ് യുവതി ചലി ഗയി. അതിനുശേഷം ആ യുവതി പോയി. തബ് പത്നിനെ കഹ, അപ്പോൾ ഭാര്യ പറഞ്ഞു, ഓ ഏക് ബാർ മേം ഹി 150 മേം മാൻ ഗയി. ഓ ഏക് ബാർ, അവളൊരു പ്രാവശ്യം തന്നെ 150 രൂപയ്ക്ക് സമ്മതിച്ചു. ഗലത്തി ഥി ഥോടാ ഥോൾ മോൾ ഓർ കർണ ചാഹിയേ ഥാ. അതായത് തെറ്റുപറ്റിയോ, കുറേ കൂടി വില പേശിയിരുന്നു എങ്കിൽ കുറയ്ക്കാമായിരുന്നു എന്ന തോന്നലാണ് ഭാര്യയ്ക്ക് ഉണ്ടായത്. തബ് പതിനെ സോച്ച, അപ്പോൾ ഭർത്താവ് ചിന്തിച്ചത്, ഭാര്യ ചിന്തിച്ചതാണ് 150 രൂപയ്ക്ക് ഒരു പ്രാവശ്യം തന്നെ അവളത് സമ്മതിച്ചു. കുറേ കൂടി വില പേശിയിരുന്നെങ്കിൽ കുറയ്ക്കാമായിരുന്നു എന്ന ചിന്തയാണ് ഭാര്യയ്ക്ക് ഉണ്ടായത്. തബ് പതിനെ സോച്ച, അപ്പോൾ ഭർത്താവ് ചിന്തിച്ചത്, മേരെ പിതാഭി റെയിൽഗാഡി മേം സാമാൻ ബേച്ച് ജബ് തക്കെ ഹാരെ ഗർ ആത്തെ തോ. മേരെ പിതാന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അച്ഛനും ട്രെയിനിലെ സാധനങ്ങൾ ബേച്ചന വിറ്റഴിച്ചതിന് ശേഷം ജബ് എപ്പോഴാണോ തക്കെ ഹാരെ ക്ഷീണിതനായി ഗർ ആത്തെ തോ വീട്ടിലേക്ക് വരുമ്പോൾ, ഉൻകി ആങ്കോ മേ ഭി വഹി നമീ ധി. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും അതേ നമീ, ഈർപ്പം ഉണ്ടായിരുന്നു. ജോ ആജ് ഇസ് യുവതിക്ക് ആങ്കോ മേ ധി. ഇന്ന് ആ യുവതിയുടെ കണ്ണുകളിലും അത് കണ്ടു എന്ന് അദ്ദേഹം ഓർക്കുന്നു. ആ ബാർഗൻ ചെയ്ത സമയത്ത് ആ സ്ത്രീയുടെ തൊണ്ട ഇടറുകയും കണ്ണിലെ ഈർപ്പം ഉണ്ടാകുന്നത് നമുക്കറിയാമല്ലോ കഥ. അപ്പോൾ അത് വെച്ചാണ് ഇവിടെ പറഞ്ഞത്. നമ്മുടെ പതിയുടെ അച്ഛനും ഭർത്താവിൻ്റെ അച്ഛനും റെയിൽഗാഡിയിലെ സാധനങ്ങൾ വിറ്റഴിച്ചാണ് ജീവിച്ചത്. അയാളും വീട്ടിൽ വരുമ്പോഴേ തക്കെ ഹാരയായിരിക്കും കണ്ണുകളിൽ ഈർപ്പം നനവ് കണ്ടു. ആ ഈർപ്പം തന്നെയായിരുന്നു യുവതിയുടെ കണ്ണുകളിലും കണ്ടേ. അതായത് അവരുടെ ആർത്തിക സാമ്പത്തിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളാണ് അവിടെ കാണിച്ചത് കേട്ടോ. അത് ഓർത്തപ്പോഴാണ് അവരുടെ കണ്ണുകളിലെ ഈർപ്പം ഉണ്ടായത്. ഓക്കെ, അത് ചുരുക്കി എഴുതിയത് കേട്ടോ. സ്റ്റോറി വായിച്ച് പഠിച്ച് വയ്ക്കുക. അടുത്ത് നോക്കിയേ, പരീലടുക്കി എന്ന കഹാനി. പരീലടുക്കി അറിയാലോ, എഴുതിയ ലാറി ബി ഫ്രീഡ്മാനാണ്. അവരുടെ കഹാനിയാണ് പാഠഭാഗം. നോക്കിയേ, വായിച്ചു തരാം. അത് സ്റ്റോറി ചെറുതായിട്ട് സാരാംശമാക്കി ചെറുതായിട്ട് എഴുതി കേട്ടോ. ആ സ്റ്റോറി മാത്രമാക്കി നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് കഥയ്ക്ക് കേട്ടോ.
എന്നൊക്കെ വായിക്കാം. ചാരോർച്ചിക്ക് ഊപ്പർക്കി നാലുപാടും നിലവിളികൾ ഉയർന്നു. ഹർമൻ അപ്പനി മാം കെ പത്തലെ ശരീർ സെ ലിബട്ട് ഗയ. ഹർമൻ അവരുടെ പത്തലി എന്ന് വെച്ചാൽ അവൻ്റെ സ്വന്തം അപ്പനി മാന്ന് വെച്ചാൽ സ്വന്തം അമ്മയുടെ പത്തല മെലിഞ്ഞ ശരീരത്തിൽ ലിബട്ട് ഗയ പറ്റിച്ചേർന്ന് നിന്നു. എന്നിട്ട് നോക്കിയ മേം തുമാരെ സാത്ത് ഹി ചലൂങ്ക. മാം അമ്മേ എന്ന് വിളിച്ചിട്ട് മേം ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ചലൂങ്ക വരും എന്നാ കുട്ടി അറിയിച്ചു. കുട്ടിയെ കൊണ്ടുവിടാൻ വേണ്ടിയാണ് അമ്മ വന്നത്. അറിയില്ല, സ്റ്റോറി ഓർമ്മയുണ്ടല്ലോ. അവിടെ കുട്ടി പറയാണ് ഞാനും അമ്മയുടെ കൂടെ തന്നെ വരും, തിരിച്ചു വരുമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോഴേക്ക് മാംനെ കഹാ, അമ്മ പറഞ്ഞു അബ് സമയ ഗയാ ഹേ കി തുമാരെ ഏക ആദ്മി ബനനെ കാ. ഇപ്പോഴാണ് സമയം വന്നിരിക്കുന്നത് നിനക്ക് ആരായിത്തീരുവാൻ, ഏകാത്മി ഒരു മനുഷ്യനായി തീരുവാനുള്ള സമയം വന്നു ചേർന്നിരിക്കുന്നു എന്ന് ഹർമനോട് അമ്മ പറയുന്നു. നോക്കിയ ഹഗീരി ബാർ മാം ഖുദ്ദേക്ക. അവൻ അപ്പോഴാണ് അഖീരി അവസാനമായി അമ്മയെ കണ്ടത്. പിന്നീട് കണ്ടിട്ടില്ല. കുട്ടി അവസാനമായി അന്നാണ് അമ്മയെ കണ്ടത്. നോക്കി ഹമാരെ ട്രെയിൻ തേസി സെ ആകെ ബെട. ഞങ്ങളുടെ ട്രെയിൻ തേസി വേഗത്തിൽ മുന്നോട്ട് നീങ്ങി. ജബ് ട്രെയിൻ രുക്കി, എപ്പോഴാണോ ട്രെയിൻ നിന്നത്, ഏക്ക് ഗാർഡിനെ മുച്ചെ അന്ധേരമേ ഉദർദിയ. ഒരു ഗാർഡ് വന്ന് എന്ത് ചെയ്തു, എന്നെ അന്ധേരയിലേക്ക് ഇരുട്ടിലേക്ക് ഉദർദിയ ഇറക്കി നിർത്തി. അതെന്ന് വെച്ചാൽ ഇരുട്ടിലേക്ക്, അപ്പോഴേക്ക് ഇരുട്ടി, അതുകൊണ്ട് ആ ഇരുട്ടിലേക്ക് ആ കുട്ടിയെ ഇറക്കി. ഹവാമേം ഗോലിയാം കി ആവാസ് സുനായി. അപ്പോഴേക്കും ഹവാ വായുവിൽ, ആ കാറ്റിൽ എന്താ ഉണ്ടായേ, ഗോലിയാം, ഗോലി എന്ന് വെച്ചാൽ വെടിവെച്ചുകൾ, അതിൻ്റെ ശബ്ദങ്ങൾ കേട്ടു. മേരി തലാശയ്ക്ക് ബാധ, എൻ്റെ ശരീര പരീക്ഷണത്തിന് അല്ലെങ്കിൽ പരിശോധനയ്ക്ക് ശേഷം ഏക്ക് യൂണിഫോം ഓർ ഏക്കാം ദേശാംബുദിയ. അവിടെ ചെന്നിറങ്ങിയ സ്ഥലത്തെ ഒരു യുദ്ധ സ്ഥലമാണ്. അവിടേക്കാണ് ട്രെയിനിലെ ആൾക്കാരെ കൊണ്ട് ചെന്ന് ഇറക്കിയത് അല്ലേ. അപ്പോഴേക്കും ഈ കുട്ടി ചെന്നപ്പോഴേക്കും ഗോലി എന്ന് വെച്ചാൽ വെടിയുണ്ടാതെ വെടിവെച്ച അതിൻ്റെ ശബ്ദങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോഴാ കുട്ടി എന്ത് ചെയ്തു, ദേഹ പരിശോധന നടത്തി. അതിനുശേഷം ഏക്ക് യൂണിഫോം ഓരേ കാം സംവിധിയ, ഒരു യൂണിഫോമും പിന്നെന്താക്കാം ജോലിയും ഏൽപ്പിച്ചു ഗാർഡ്. മേരെ ബെഡെ ഫായിനെ കഹാ, എൻ്റെ മൂത്ത സഹോദരൻ പറഞ്ഞു അബഹി ഗർഹേ, ഇനി മുതൽ ഇതാണ് നമ്മുടെ വീട്. ഖൈദി ശിവർ മെരാം ദിൻ ശുരു ഹോത്തിയതേ. അങ്ങനെ ജയിലിലെ ഖൈദി ശിവർ ജയിലിലെ എൻ്റെ ദിനം ആരംഭിക്കുവാൻ ആരംഭിച്ചു. സബ്കെ ഖൈദി ശിവറിലെ പിന്നീട് ഓരോ ദിനങ്ങൾ ആരംഭിച്ചു. സബ്കെ കദാർമേം കടേ മാർച്ച് കർത്തെ, എല്ലാവരും നിരകളായി നിന്ന് മാർച്ച് ചെയ്തു. ഭോജൻ നഹിയും, ആഹാരം ഉണ്ടായിരുന്നില്ല. ഠണ്ടമേ കോയി സുരക്ഷ നഹി, തണുപ്പിൽ യാതൊരു സുരക്ഷിതത്വം ഇല്ലായിരുന്നു. കേവൽ കാം, കേവലം എന്തുമാത്രമായിരുന്നു, ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നോക്കിയ രാത്ത് കോ പാനി ജൈസാ സൂപ്പ് ദിയ, രാത്രിയിലെ പാനി ജലം പോലെയുള്ള വെള്ളം പോലെയുള്ള ഒരു സൂപ്പ് നൽകി. ഷെൽഫ് പർ സോത്തെ സമയ മേരെ പതലാ ശരീർ സൈക്കടോं ലോഗോं के बीच ദബ് ഹുവ. അതായത് ഷെൽഫിലെ ഉറങ്ങിയ സമയത്തെ എൻ്റെ പതല മെലിഞ്ഞ ശരീരം നൂറുകണക്കിന് ആൾക്കാരുടെ ബീച്ചിടയിലെ ദബ് ഹുവ അമരുന്നത് പോലെ തോന്നി. അല്ലെ അമർന്നു നോക്കിയ കുട്ടിയുടെ ശരീരം ഒരുപാട് ആൾക്കാർ കിടക്കുന്നതുകൊണ്ട് കുഞ്ഞിന് തോന്നുകയാണ് അവൻ്റെ ശരീരം അമരുന്നതായി. ആറിസേ ദോ ദബന എന്ന് വെച്ചാൽ വാക്ക് അമരുക എന്നാണ് കേട്ടോ. രാത്രിമേം മേരി സ്വപ്നമേം മാം ആക്കറെ കഹ, രാത്രിയിലെ സ്വപ്നത്തിൽ എൻ്റെ അമ്മ വന്ന് പറഞ്ഞു ഏക്ക് പരിയാക്കർ തുമാരെ ബെച്ചായേഗേ. രാത്രിയിൽ കുട്ടിയുടെ സ്വപ്നത്തിലേക്ക് അമ്മ വന്നു. എന്നിട്ട് പറയാണ് ഏക്ക് പരി ആക്കറെ, ഒരു മാലാഖ വന്ന് നിന്നെ രക്ഷിക്കും എന്ന്. ദോ ദിൻ ബാദ് ഏക്ക് ലടുക്കി ആക്കറെ, 2 ദിവസങ്ങൾക്ക് കെ ബാദ് ശേഷം അല്ലേ, ലടുക്കി ആക്കർ ഒരു ലടുക്കി വന്ന് മുച്ചേക്ക് സേബ് ദിയ, എനിക്ക് സേബ് ആപ്പിൾ തന്നു. വഹ് റോസ് ബാഡയ്ക്ക് പാസ് ആക്കറെ സേബ് ദി, അവൾ ദിവസവും ബാഡ മുള്ളുവേലിക്ക് സമീപത്ത് വന്ന് സേബ് നൽകുമായിരുന്നു, അല്ലെ തന്നിരുന്നു. കുച്ച് ദിൻ ഖെ ബാദ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം യുദ്ധസമാപ്ത് ഹുവ, യുദ്ധം അവസാനിച്ചു. മെയിം അപ്പനെ ഭായിയോങ്കി സാത്ത് ഇംഗ്ലണ്ട് ചലാഗയ, ഞാൻ എൻ്റെ ഭായി സഹോദരന്മാരുടെ കൂടെ ഇംഗ്ലണ്ടിലേക്ക് ചലാഗയ പോയി. മേം ഏക്ക് ജവാനി ബൻ ഗയ, ഞാനൊരു ജവാൻ എന്ന് വെച്ചാൽ ഒരു യുവത്വമുള്ളവനായി മാറി. അങ്ങനെ ആ സമയത്ത് അമേരിക്കമേം ഏക്ക് നയാ ജീവൻ ജീനയ്ക്ക് ലിയെ ഗയ, അമേരിക്കയിലെ ഒരു പുതിയ ജീവിതം ജീവിക്കാൻ വേണ്ടി പോയി. വഹം സേക്ക് ദോസ്തിനെ മുച്ചേ ദാവത്ത് പർ അമന്ത്രിത് കിയ, അവിടെ വെച്ച് ഒരു കൂട്ടുകാരൻ തന്നെ എന്ത് ചെയ്തു,
തന്നെ ദാവത്ത് എന്ന് വെച്ചാൽ സദ്യയ്ക്ക് വേണ്ടി ആമന്ത്രിത് ക്ഷണിച്ചു. വഹാംസെ അവിടെ വച്ചാണ് ഫിർ വീണ്ടും അറിയാൻ നോക്കി ഉസെ ലടുക്കി കൊതേക്ക, ആ ലടുക്കി ഞാൻ കാണുന്നത്. ഉസ്കാ നാം റോമ ഥ, അവളുടെ പേരായിരുന്നു റോമ എന്ന്. അബ് യഹാം ഏക്ക് നേഴ്സ് കാക്കാം കർത്താഹെ, അബ് ഇപ്പോൾ ഇവിടെ അവൾ ഒരു നേഴ്സിൻ്റെ ജോലിയാണ് ചെയ്യുന്നത്. പഹലെ വഹ ജർമ്മനി മേ ഏക്ക് കേത്ത് മേ കാം കർത്താ ഥ, നേരത്തെ അവൾ ജർമ്മനിയിലെ ഒരു വയലിൽ ജോലി ചെയ്യുക ആയിരുന്നു. നമുക്കറിയാമല്ലോ, അവിടെ വെച്ചാണ് ഹർമനെ കാണുന്നത് അല്ലേ, കൈദി ശിബിറിലേക്ക് ഒരു സേബ് കൊണ്ടു കൊടുത്തത്. തബവഹ കൈദി ശിബിർ സേ ഹർമൻ കോ ദേഖ, അപ്പോൾ അവൾ കൈദി ശിബിർ ആ ജയിലിൽ വെച്ച് ഹർമനെ കണ്ടു. അബ് ഹർമനെ ഉസ്കോ പഹചാൻത, ഇപ്പോൾ ഹർമൻ അവളെ തിരിച്ചറിയുകയും ചെയ്തു. ഉസ്നെ പൂച്ച, അവൻ ചോദിച്ചു, സേബ് ദേനെ ലഡ്കെ കെ അഗിരി ശബ്ദ യാദ് ഹെ, സേബ് തന്ന ആൺകുട്ടിയുടെ അവസാനത്തെ ശബ്ദം ഓർമ്മയുണ്ടോ? ആ ശബ്ദം തും മേരി പരി ലഡ്കി ഹോ, നീ എൻ്റെ പരി ലഡ്കി ആണ് എന്നാകുന്നു എന്നാണ് ഹർമൻ ചോദിച്ചത്. തബ് റോമ കി ആഖേ മേ ആൻസു ദിഖായി, അപ്പോൾ റോമയുടെ കണ്ണുകളിൽ കണ്ണുനീർ കാണപ്പെട്ടു. തബ് റോമാനെ ധീരെ സേ കഹ, അപ്പോൾ റോമ ധീരെ സേ പതിയെ പറഞ്ഞു, ആർ മേയും തുമാര ലഡ്കാ ഹോം, ആ റോമാസെ ധീരെ സേ കഹ, റോമയോടെ ധീരെ സേ ആരാ പറഞ്ഞ്, കഹാമേൻ തുമാര ലഡ്കാഹു, ഞാൻ നിൻ്റെ ആൺകുട്ടിയാണ് എന്ന് ഹർമൻ അറിയിച്ചു അല്ലേ. തമ റോമാസെ ധീരസെ കഹ, റോമയോടെ ധീരസെ പതിയെ പറയാണ്, ഞാൻ നിൻ്റെ ആൺകുട്ടി ആകുന്നു എന്ന് ഹർമൻ അറിയിച്ചു. ഓക്കെ, ആ സ്റ്റോറി ഓർത്ത് വെച്ചിരിക്കുക. പരിയിലെടുക്കി വലിയൊരു പാഠഭാഗമായിരുന്നു, അറിയാമല്ലോ. അത് ഇത്രയും സമറി ഇരുന്നാൽ ക്വസ്റ്റ്യൻസീസ് അതിൽ നിന്നും എഴുതാൻ സാധിക്കും കേട്ടോ. അതിനുവേണ്ടിയാണ് ചുരുക്കി തന്നത്. അടുത്ത് നമുക്കറിയാം വലിയൊരു പാഠമാണ്, ഏതാണ് വൈറ്റ് ക്യാപ്പ് അല്ലേ. വൈറ്റ് ക്യാപ്പിൻ്റെയും കൂടെ പറഞ്ഞു തന്നിരിക്കാം, നോക്കിയിരിക്കുക. എന്നൊക്കെ എഴുതിയത് ലോകബാബുവാണ്. അദ്ദേഹത്തിൻ്റെ ലോകബാബുവിൻ്റെ കഹാനിയാണ് പാഠഭാഗം വൈറ്റ് ക്യാപ്പ്. നിർമ്മാണധീൻ മേ കാം കർണേവാല മസ്തൂരങ്ക ഗാവ് ദൂർധ, നിർമ്മാണത്തിലിരിക്കുന്ന അല്ലെ നിർമ്മാണധീൻ എന്ന് വെച്ചാൽ നിർമ്മാണ കെട്ടിടങ്ങൾ അറിയില്ലേ, ജോലി ചെയ്യുന്ന മസ്തൂറുകളുടെ തൊഴിലാളികളുടെ ഗാവ് ഗ്രാമങ്ങൾ ദൂരെയാണ്. നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങളിൽ ജോലി ചെയ്യുന്ന ആ തൊഴിലാളികളുടെ വീടുകൾ വളരെ ദൂരെയാണ്. ഇസുസെ, അതുകൊണ്ട് ബേവുസെ ഇമാരത്തിക്ക് പാസ് രഹിതഹേ, അതുകൊണ്ട് അവർ ആ കെട്ടിടത്തിൻ്റെ അരികിൽ തന്നെ അല്ലെ ഏതെങ്കിലും കോർണറിൽ അവർ താമസിക്കും. എനിക്ക് ഏക പരിവാർ കാ ബച്ചാദ കേശവ്, ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിലെ കുട്ടിയായിരുന്നു കേശവൻ. 8 സാൽ കാ ഛോട്ടാ ബച്ച, 8 വയസ്സുള്ള ചെറിയ കുട്ടിയായിരുന്നു. അപ്പനെ ദാദാജിക്ക് സാത്ത് രഖ്തേ ഹേ, അവനവൻ്റെ ദാദാജി മുത്തശ്ശൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. തീസരി കക്ഷാക്കി വാർഷിക പരീക്ഷയ്ക്ക് ബാദ്, 3ാം ക്ലാസ്സിലെ എക്സാമിന് ശേഷം വേ ഷഹർമേം അപ്പനെ മാതാപിതാക്ക് സാമനെ പഹുഞ്ച, അവൻ പട്ടണത്തിൽ അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അരികിലേക്ക് പഹുഞ്ച എത്തി. അറിയാമല്ലേ, ദാദിയുടെ കൂടെയായിരുന്നു. ആ കുട്ടിയെ അവിടേക്ക് ഷഹറിലേക്ക് എത്തിച്ചു, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അരികിലേക്ക്. അന്ന് സിന്ത് ശാട്ടി ഉണ്ടാക്കിയപ്പോൾ ഓർമ്മയുണ്ടല്ലോ. പരിവാർ കെ അസ്ഥായി ഡേരമേ ബാഹർ നികല, പരിവാർ കുടുംബത്തിൻ്റെ അസ്ഥായി സ്ഥിരമല്ലാത്ത ഡേരെ, ആ ടെൻറ്റിൽ നിന്നും അവൻ വെളിയിലേക്ക് ഇറങ്ങി. തനിച്ചേ ഉള്ളൂ, രക്ഷിതാക്കൾ ജോലിക്ക് പോകുമ്പോൾ അവൻ തനിച്ചാകും. അങ്ങനെയാകുമ്പോൾ അവൻ എന്ത് ചെയ്തു, അവിടെ നിന്നും ഇറങ്ങി. കോളനി മേൻ ചക്കർ കർണയ്ക്ക് ബാദ്, കോളനിയിലെ ചക്കർ കർണ കറങ്ങിയതിന് ശേഷം ക്രിക്കറ്റ് കേൾത്തെ ബച്ചോങ്കെ പാസ് പഹുഞ്ച, ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളുടെ അരികിലേക്ക് എത്തി. വഹ് കെ പേട് കെ ക്രിക്കറ്റ് കേൾത്തെ ബച്ചോ വഹ് കെ പേട് കെ നീച്ചെ ഛായ മേം ബൈട്ടുകർ ഖേൽ ലേഖ, അവൻ കെ പേട് വേപ്പുമരം അതിൻ്റെ ഛായയിൽ അതിൻ്റെ താഴെ തണലിൽ ഇരുന്ന് ക്രിക്കറ്റ് കളി എന്ത് ചെയ്തു, കണ്ടു. മറ്റുള്ള കുട്ടികൾ കളിക്കുന്ന കളി കണ്ടു. കുച്ച് ദിൻ കെ ബാദ്, കുറേ ദിവസങ്ങൾക്ക് ശേഷം ഖിലാഡിക്ക് കമി പൂർത്തി കേശവസേക്ക് ജാതി, ഈ കളിക്കാരുടെ കമി കുറവുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ കേശവനെ കൂടി അവരെ ഉൾപ്പെടുത്തി. ദൂർ ജാനേക്ക, അവൻ്റെ ജോലി എന്ന് വെച്ചാൽ ദൂർ ജാനേക്ക ബാൾ ലാനേക്ക ജിമ്മ और കേശവ് കാ ഹി ഹോത്താ ഹേ, ദൂരേക്ക് പോകുന്ന ബാൾ ലാനേക്ക എടുത്തുകൊണ്ടുവരുന്ന ജിമ്മ ഉത്തരവാദിത്തം കേശവന് ആയിരുന്നു. അത് ഏത് ടീമിലാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം. ദൂരേക്ക് വീഴുന്ന പന്ത് കുട്ടി വേണം പോയി എടുത്തുകൊണ്ട് കൊടുക്കാൻ. ക്വായിഫി ടീം സെ അപ്പനി തരഫ് കിലാ കോ തയ്യാർ നഹി ഹോത്തെ, 2 ടീമിൽ, അതാ ഒരു ടീമിലെയും
അംഗങ്ങൾ അവരുടെ കൂടെ ആ കുട്ടിയെ കളിപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്തില്ല. കേശവെ രാത്രി കോ സ്വപ്നമേ ക്രിക്കറ്റ് ഖേൽന ദേഖാ കർത്ത. കേശവ രാത്രിയിലെ സ്വപ്നത്തിൽ ക്രിക്കറ്റ് കളിക്കുന്നതായി കണ്ടു അല്ലേ. അവനെ ക്രിക്കറ്റ് കളിക്കുന്നത് രാത്രിയിൽ കണ്ട് സ്വപ്നം. ലഡ്കോംനെ ഹോളിക്ക് നാം സെ മൊഹല്ലമേം ചന്താക്കിയ. കുട്ടികൾ എന്ത് ചെയ്തു? ഹോളിയുടെ ഫെസ്റ്റിവലാണ്, അതിൻ്റെ പേരിൽ മൊഹല്ല പ്രദേശത്തെ ചന്താക്കിയ പ്രദേശത്തു നിന്നും പൈസ എന്ത് ചെയ്തു? ചന്താക്കിയ പിരിച്ചു. അവരെ കുട്ടികളിറങ്ങി ഹോളിയുടെ പേരിൽ പൈസ പിരിച്ചു. എന്നിട്ട് നോക്കി, ഷഹർ ജാക്കർ ക്രിക്കറ്റ് സാമഗ്രിക്ക് സാത്തേക്ക് ഷീൽഡ് ഫീ ഖരീദ. പട്ടണത്തിൽ പോയി ക്രിക്കറ്റ് സാമഗ്രികളും അതിൻ്റെ കൂടെ ഒരു ഷീൽഡും ഖരീദ വാങ്ങി. എന്നിട്ട് ആ കുട്ടികൾ നേരെ പൈസ പിരിച്ചതും കൊണ്ട് പട്ടണത്തിൽ പോയി ഷീൽഡൊക്കെ വാങ്ങി, അതിനോടൊപ്പം ക്രിക്കറ്റിൻ്റെ എല്ലാ സാമഗ്രികളും ഖരീദിലി വാങ്ങി. 4 ദിൻ തക്ക് ചലനെ വാല ടെസ്റ്റ് മാച്ച് ഫീ തയ്ക്കിയ. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ടെസ്റ്റ് മാച്ചും എന്ത് ചെയ്തു? അവർ തയ്ക്കിയ തീരുമാനിച്ചു. ലേക്കിൻ കേശവ് കോ കോയി ഫീ ടീമെ ജഗ നഹീം മിലി തേ. എന്നാൽ കേശവന് ഒരു ടീമിലും സ്ഥാനം കിട്ടിയില്ല. കേവലം खेल में एक बल्लेबाज छक्का मारा. बॉल आसपास की निर्माणाधीन 3 मंजिल इमारत की छत पर चली गई. കേൽമേം ഏക്ക് ബച്ച കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബല്ലേബാജ്, അതായത് ഇവിടെ ടീം കളിക്കുകയാണ്, ടെസ്റ്റ് മാച്ച് നടക്കുന്നു. അവരുടെ കളിയിലെ 2 ടീമായിട്ടാണ്. അതിലെ ഒരു ബല്ലേബാജ് എന്താ ചെയ്തത്? ചക്ക ഒരു 6 അങ്ങ് അടിച്ചു. ബാറ്റ്സ്മാൻ എന്ത് ചെയ്തു? 6 അടിച്ചു. ബാൾ ചെന്ന് ആസ്പാസ് സമീപത്തുള്ള നിർമ്മാണത്തിലിരിക്കുന്ന 3 നില കെട്ടിടം, ഇമാരത്ത് കെട്ടിടത്തിൻ്റെ ടെറസിലേക്ക് ചെന്ന് വീണു. ലഡ്കോങ്കി പാസെ ഏകമാത്ര ബാൾ ധി. ആ കുട്ടികളുടെ പക്കൽ ഒരേ ഒരു ബാളേ ഉണ്ടായിരുന്നുള്ളൂ. ആ ബാളാണ് ആ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് ചെന്ന് വീണത്. അപ്പോൾ അവരുടെ കളി സ്വാഭാവികമായി നിന്ന് കാണും അല്ലേ. ഇമാരത്തേക്ക് പീച്ചയും ഹിലാത്തി ചാലീസെ ചട്കറെ. ഇമാരത്തിൻ്റെ കെട്ടിടത്തിൻ്റെ പീച്ചെ പിറകിലെ ഹിലാത്തി ഇളകുന്ന ചാലി വഴി വേണം അതിൻ്റെ മുകളിലേക്ക് ചട്കറ ചതിലേക്ക് ചണ്ടാന്ന് വെച്ചാൽ കയറുക. ചത് തക്ക് ജാന ആ റൂഫിലേക്ക് എത്തുക എന്നത് മുഷ്കിൽദ പ്രയാസകരം ആയിരുന്നു. ഇളകുന്ന ആ ചാലി വഴി മുകളിലേക്ക് അതിൻ്റെ റൂഫിലേക്ക് എത്തുക എന്നത് പ്രയാസകരം തന്നെ ആയിരുന്നു. ഉസ്കാക്കേൽ രുക്കുകയ. അതുകൊണ്ട് അവരുടെ കളി എന്ത് ചെയ്തു? രുക്കിന നിർത്തിവെച്ചു. കേശവ് ബാൾ ലേക്കറെ ബച്ചോങ്കെ ബീച്ച് ഫേങ്ക്തെ. കേശവൻ അതിൽ കയറി എന്ത് ചെയ്തു? ആ ബാൾ എടുത്ത് കുട്ടികളുടെ ബീച്ചിലേക്ക് നടുവിലേക്ക് ഫേങ്ക്തെ എറിഞ്ഞു. ഫിറുസ്കാക്കേൽ ശുരുക്കിയ. വീണ്ടും കുട്ടികളുടെ കളി ആരംഭിച്ചു. കോയി കേശവ് കോ ധ്യാൻ നഹീം ഥ. ധ്യാൻ എന്ന് വെച്ചാൽ ശ്രദ്ധ. വീണ്ടും കുട്ടികൾ കളിക്കുകയാണ്, ആരും തന്നെ കേശവനെ ശ്രദ്ധിക്കുകയും ചെയ്തില്ല. തബ് ഉൻകാ ബാളെ ചാടിക്കെ അന്തർ ചലികൈ. അപ്പോൾ അവരുടെ ബാൾ ചാടി കുറ്റിച്ചടി അതിൻ്റെ ഇടയിലേക്ക് ബീച്ചിലേക്ക് ചെന്ന് വീണു. അന്തർ എന്ന് വെച്ചാൽ അകത്ത്, അവിടേക്ക് ചെന്ന് വീണു. ഫിർ കേശവ് കി ശരീരത്തെ മാസൂസ് ഹുയി. വീണ്ടും കേശവൻ്റെ ആവശ്യകത. ശരീരത്ത് എന്ന് വെച്ചാൽ അറിയാവുന്ന വാക്കാണ് നിങ്ങൾക്കല്ലേ. മഹസൂസെ തോന്നുക, ശരീരത്തെ ആവശ്യം തോന്നി. അതായത് വീണ്ടും കേശവനെ കുട്ടികൾക്ക് ആവശ്യമായി വന്നു. ഏക്കിലെടുക്ക ഒരു ആൺകുട്ടി നേ കഹ പറഞ്ഞു. കേശവ ചതസെ ഉദർക്കി നഹി. കേശവനെ ആ റൂഫിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്ന്. ദോലെടുക്കെ ഇമാരത്തേക്ക് പീച്ചെ. 2 കുട്ടികൾ എന്ത് ചെയ്തു? ഇമാരത്തിൻ്റെ കെട്ടിടത്തിൻ്റെ പീച്ചെ പിറകിലേക്ക് ബാന്തി ചാലി കെട്ടിയ ചാലി വഴി ഓർ ഗയാ പോയി. അവരെ ജോ ദേഖ എന്നിട്ട് അവർ കണ്ടു. എന്നൊക്കെ ആ കുട്ടികളെ നമ്മുടെ കേശവൻ്റെ അരികിലേക്ക് ചെന്നു. ഓ ചില്ലാനെ വേന്ന് വെച്ചാൽ അവർ ചില്ലാനെ ഉറക്കെ നിലവിളിക്കുന്ന പോലെ പറഞ്ഞു. ഏത്തോ എന്ന് വെച്ചാൽ ഇവൻ, ഈ കുട്ടി. മർഗയ ലിക്താഹേ. ഇവൻ മരിച്ചതുപോലെ തോന്നുന്നു, ഇവൻ മരിച്ചു എന്നാ തോന്നുന്നതെന്ന് കുട്ടികൾ വിളിച്ചു പറഞ്ഞു. തബ സബ ബച്ചേ വഹാം പഹുഞ്ചേ. അപ്പോൾ എല്ലാ കുട്ടികളും അവിടേക്ക് എത്തി. ദോലെടുക്കെ ചൗക്കമേ ഓട്ടോ ടാക്സിക്ക് ലിയെ ദൗഡെ. 2 കുട്ടികൾ ചൗക്ക ജംഗ്ഷനിലേക്ക് എന്തിനു വേണ്ടിയോ ഓട്ടോയ്ക്കോ ടാക്സി ഏതാ കിട്ടുന്നേ അതിനു വേണ്ടി ഓടി. ലഡ്കോംനെ എന്ന് വെച്ചാൽ മറ്റു കുട്ടികൾ കേശവനെ ഉടായ എടുത്തു. ഇമാരത്തേക്ക് സാമനെ വാലെ ഹിസേമേൽ ലഗായ. ആ കെട്ടിടത്തിൻ്റെ അരികിലുള്ള ഭാഗത്തേക്ക് കൊണ്ടുവന്നു. എന്നുവെച്ചാൽ ഫ്രണ്ട് പോർഷനിലേക്ക് അവനെ കൊണ്ടുവന്നു. ആരെയാ? കേശവനെ. അവിടെ എത്തിക്കുകയാണ് ആ കുട്ടികൾ ചെയ്തത്. ബാക്കി കുട്ടികൾ 2 പേർ എവിടേക്ക് പോയി? ടാക്സിയോ ഓട്ടോ എന്താണെന്ന് വെച്ചാൽ കിട്ടുന്ന എന്താണെന്നോ കൊണ്ടുവരാൻ വേണ്ടി. തബ കേശവക്കെ മാം ബാപ്പെ ബഹാം പഹുഞ്ചേ. അപ്പോഴേക്കും കേശവൻ്റെ അമ്മയും അച്ഛനും അവിടെ എത്തി. ഓട്ടോ ഫീ ആകയ. അപ്പോഴേക്കും ഓട്ടോയും വന്നു. മാതാപിതാനെ കേശവ് കോ അസ്പതാൽ മേ ഗേ.
അച്ഛനും അമ്മയും കുട്ടിയെ എവിടേക്ക് കൊണ്ടുപോയി? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ദൂസരെ ദിൻ ലഡ്കോനെ തയ കിയ, രണ്ടാം ദിനം കുട്ടികൾ തയ കിയ തീരുമാനിച്ചു. ദ്വാപഹർ കെ ബാദ് സബ് മിൽക്കറെ അസ്പതാൽ മേ ജായകെ, ഉച്ചയ്ക്ക് ശേഷം എല്ലാ കുട്ടികളും ചേർന്ന് എവിടേക്ക് പോകണം? ഹോസ്പിറ്റലിലേക്ക് പോകണം. തബ് കേശവ് കെ ഡേറ്റയ്ക്ക് പാസെ ആറിസെ ഡേരയ്ക്ക് പാസെ, ഡേര എന്ന് വെച്ചാൽ ടെൻ്റാണ് കേട്ടോ, കെ പാസെ ഓട്ടോ റുക്ക. അപ്പോഴേക്കും കേശവൻ്റെ ആ ഡേറെ, അതായത് ആ ടെൻറ്റിൻ്റെ പാസിലേക്ക് വന്ന് ഒരു ഓട്ടോ നിർത്തി. മാതാപിതാനെ അന്തർ ജാക്കറെ അപ്പനെ ഗഡരിയാം ലേക്കർ ബാഹർ ആയെ, അച്ഛനെ അമ്മയും ആ ടെൻറ്റിൻ്റെ അകത്തേക്ക് പോയി അവരുടെ ഗഡരിയ ഭാണ്ഡക്കെട്ടുകൾ എടുത്തുകൊണ്ട് ബാഹർ വെളിയിലേക്ക് വന്നു. വേ ഗാവ് മേം ജാനെ കാ നിശ്ചയിക്കുക, അവർ ഗ്രാമത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു അല്ലേ, കുട്ടിയും കൊണ്ട് ഗ്രാമത്തിലേക്ക് പോകാൻ എന്നവർ തീരുമാനിച്ചു. കേശവ് കാ ഏക്ക് പയർ और एक ഹാത്ത്, അതായത് കേശവൻ്റെ ഏക്ക് ഹാത്ത് और एक പയർ, പയർ എന്ന് വെച്ചാൽ കാല്, ഹാത്ത് കൈ, അവൻ്റെ ഒരു കാലും ഒരു കൈയും എന്ത് ചെയ്തു? പ്ലാസ്റ്റർ ചടാ ഹുവ, പ്ലാസ്റ്റർ ചടാ ഹുവ എന്ന് വെച്ചാൽ പ്ലാസ്റ്റർ ഇട്ടു. കുട്ടിയുടെ കൈയും കാലും ഒടിഞ്ഞു, ഹാത്തും പയറും ഒടിഞ്ഞു അല്ലേ. അങ്ങനെ കുട്ടിയുടെ കയ്യിലെ പ്ലാസ്റ്റർ ചടാ ഹുവ ഇട്ടു. ഓട്ടോ നികൽത്തെ സമയ ബെച്ചോ റോക്ക, ഓട്ടോ പുറപ്പെടാൻ തുടങ്ങിയ സമയം എന്ത് ചെയ്തു? കുട്ടികൾ അങ്ങോട്ട് അറിയാമല്ലോ സ്റ്റോറി, സ്ഥലത്തിൻ്റെ ഭാഗത്തേക്ക് നിന്നത് റോക്കിനകത്ത് അണഞ്ഞു. പഹലി ടീം കെ ക്യാപ്റ്റനെ കേശവ് കോ ഓഫർ ദിയ, ഒന്നാമത്തെ ടീമിൻ്റെ ക്യാപ്റ്റൻ കേശവന് ഒരു ഓഫർ നൽകി. എന്നൊക്കെ ജബത്വം ലൗട്ടേക, എപ്പോഴാണോ നീ തിരികെ വരുന്നത്, ഹമാരി ടീം സെയിം, ഞങ്ങളുടെ ടീമിലേക്ക് നിന്നെ എന്ത് ചെയ്യാൻ? ടീം ഹോ കേലേങ്ക, ഞങ്ങളുടെ ടീമിൽ നിന്നെ കളിപ്പിക്കാം എന്ന ഓഫർ നൽകി. ഒരു ടീമിൻ്റെ ക്യാപ്റ്റനാണ് പറഞ്ഞാൽ നീ എന്ന് വരുന്നോ അന്ന് നിന്നെ ഞങ്ങളുടെ ടീമിലേക്ക് എന്ത് ചെയ്യാൻ? കളിപ്പിക്കാം എന്ന്. അത് മാത്രമല്ല നോക്കിയും കേൽ കുട്ടികൾ, ഈ കളിക്ക് വേണ്ടി കുഞ്ഞുങ്ങൾ ഖരീദ സഫി ചീസയും വാങ്ങിയ കുറേ സാമഗ്രികൾ, ക്രിക്കറ്റിൻ്റെ സാമഗ്രി അറിയില്ലേ, അത് നമുക്ക് പാഠം പഠിച്ചതാണ്. അതെന്ത് ചെയ്യുന്ന നോക്കി ഉസ്കോം ദിയ, അവന് നൽകി. വാങ്ങിച്ച എല്ലാ സാധനങ്ങളും, ആ ഷീൽഡും ബാക്കി എല്ലാ സാധനങ്ങളും അവന് വേണ്ടി കൊടുത്തു. സ്റ്റോറി ഓർമ്മയിലെ ഓട്ടോ ചലത്തെ സമയം, ഓട്ടോ ചലതെന്ന് വെച്ചാൽ മുന്നോട്ട് പോയ സമയത്ത് കേശവൻ എന്ത് ചെയ്തു? ആ വൈറ്റ് ക്യാപ്പ് എടുത്ത് ഉദാർക്കർ എടുത്ത് എന്ത് ചെയ്തു? അവൻ ബാഹർ എന്ന് വെച്ചാൽ വെളിയിലേക്ക് വീശി കാണിക്കുകയും ചെയ്തു. അതാണ് നമുക്ക് ഓർമ്മയുണ്ട്, ലഹ്റാന വീശുക എന്ന വാക്കാണ്. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു? ഓട്ടോ വീണ്ടും ചലത്തെ മുന്നോട്ട് നീങ്ങി. അപ്പോഴേക്കും നമ്മുടെ ചെറുക്കൻ എന്ത് ചെയ്തു? ഒരു ക്യാപ്റ്റൻ ഒരു വൈറ്റ് ക്യാപ്പ് എടുത്ത് പോക്കറ്റിൽ നിന്ന് കൊടുത്തായിരുന്നു അല്ലേ, അതെടുത്ത് അവൻ എന്ത് ചെയ്തു? വെളിയിലേക്ക് വീശി കാണിക്കുകയും ചെയ്തു അവൻ്റെ ഫ്രണ്ട്സിനെ. അങ്ങനെയാണ് ആ സ്റ്റോറി തീർന്നത് കേട്ടോ. ലെങ്തി ആയിട്ടുള്ളൊരു പാഠമായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും എഴുതേണ്ടി വന്നത് കേട്ടോ. കുറച്ചേ ഉള്ളൂ, അത് വായിച്ച് അതിൻ്റെ സമ്മറി ഓർത്ത് വെച്ചിരിക്കുക. ഇത് നിങ്ങൾക്ക് ശരിക്കും ഉപകരിക്കും. ഓക്കെ, നല്ലതുപോലെ വായിച്ച് പഠിച്ച് വെക്കണം കേട്ടോ. സ്റ്റോറി ഒരു പോയം കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോണൊക്കെ നിങ്ങളുടെ ക്ലാസ്സിലെ പോയത്തിൻ്റെ എല്ലാം കൂടെ വിശ്ലേഷണാത്മക ടിപ്പണി തന്നിരുന്നു, അതും വായിച്ച് നോക്കുക. അങ്ങനെയൊക്കെ ഉള്ളതാകുമ്പം കൂടുതൽ ഓർത്തിരിക്കാൻ എളുപ്പമാകും. ഓക്കെ, ബാക്കിയുള്ളത് സസ്മരൺ ഒക്കെ ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സുകൾ തരാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.